ഞാൻ മടങ്ങിയെത്താം. എന്തായാലും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇതാണ്. ദുർബുദ്ധി, പാകിസ്ഥാന്റെ വെറും ദുർബുദ്ധി. ഇന്നലെ ഇന്ത്യ കൃത്യമായി പറഞ്ഞതാണ്, ഞങ്ങൾ ആക്രമിച്ചത് നിങ്ങളുടെ ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രമാണ്. ഫോക്കസ്ഡ് ആയി, മെഷേർഡ് ആയി, വളരെ കൃത്യമായി ഞങ്ങൾ ആക്രമിച്ചത് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളെയാണ്, ഭീകരവാദികളെയാണ് ലക്ഷ്യമിട്ടത്. ഇതൊരു നോൺ എസ്കലേറ്റിംഗ്, അതായത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കാത്ത ആക്രമണമാണ് എന്ന് ഇന്ത്യ കൃത്യമായി പറഞ്ഞതാണ്. എന്നിട്ടും ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 15 കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ പാകിസ്ഥാൻ തീരുമാനിച്ചു. പാക് മിസൈലുകൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ആ പാക് മിസൈലുകളെ ഇന്ത്യൻ വ്യോമ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞിരിക്കുന്നു. അതിനുപയോഗിച്ചതാകട്ടെ ഹാർപി ഡ്രോൺസ്. ഹാർപി ഡ്രോൺ എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നാണ്. ഹാർപി ഡ്രോൺസ് ഉപയോഗിച്ചാണ് ഈ എനിമിയുടെ, ശത്രുവിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ ഇന്ത്യ തകർത്തതെന്നാണ് പറയുന്നത്. വെറുതെ വന്ന മിസൈലുകളെ തകർക്കുക മാത്രമല്ല, പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തന്നെ ഇന്ത്യൻ ശക്തി തകർത്തെറിഞ്ഞിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് ഇതുവരെ നമ്മളിപ്പോൾ കിരൺ ബാബുവിൽ നിന്ന് കേട്ടതെങ്കിൽ, ഇനി എങ്ങനെയാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഇന്ത്യ തകർത്തത്? ഇന്ത്യക്ക് നേരെ വന്ന 15 മിസൈലുകളെ എങ്ങനെ തകർത്തു? വിശദമായി പറയും മിഥുൻ MG. മിഥുൻ, എന്തായിരുന്നു ഇന്ത്യയുടെ സ്ട്രാറ്റജി? ശ്രീജ, അതായത് മിസൈൽ നിലം തൊടുന്നതിന് മുമ്പ് തന്നെ തകർത്തെറിയാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി ഇന്ത്യ ഉപയോഗിച്ചത് ഹാർപി ഡ്രോൺസും ഒപ്പം തന്നെ അത്യാധുനിക സംവിധാനമായ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നീക്കത്തെ പൂർണ്ണമായും ചെറുക്കാൻ ഇന്ത്യക്കായത് എന്നുള്ളത് തന്നെയാണ്. അത് നമ്മുടെ നേട്ടമായി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ ഇന്ത്യ പാകിസ്ഥാനുള്ളിൽ കയറി നിരന്തരം ഇത്തരത്തിൽ ആക്രമണം നടത്തുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആക്രമണം അത് ഒരു തരത്തിലും ഇന്ത്യൻ മണ്ണിലേക്ക് തൊടുന്നതിന് മുമ്പ് തന്നെ അത് നമുക്ക് നിർവീര്യമാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. S-400 എന്ന് പറയുന്നത് വ്യോമ പ്രതിരോധം ഒരു രാജ്യത്തിന്റെ സൈനിക നിലപാടിന്റെ ഒരു നിർണായക ഘടകമാണ്. അതിനുവേണ്ടി ഉപയോഗിച്ചത് ഈ വ്യോമ ഭീഷണികളിൽ നിന്ന് സുരക്ഷ നൽകുകയും ഒപ്പം തന്നെ വ്യോമ അതിർത്തികളിൽ സമഗ്ര സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇന്ത്യ 1980 വാങ്ങിയ 2008 ഇന്ത്യ റഷ്യ നിർബന്ധമായിട്ടുള്ള ഈ ഒരു സംവിധാനം S-400 ട്രയംഫ് എടുത്തത് 2018 അത് 1980 ഇത്തരത്തിൽ റഷ്യ ഇത് വികസിപ്പിച്ച് എടുക്കുന്നത്. അതാണ് നമ്മൾ 2018 ഇന്ത്യ നമ്മുടെ ഭാഗമാക്കുകയും ചെയ്ത് അത് ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ നൂതന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പാക് നീക്കത്തെ നമ്മൾ പൂർണ്ണമായും ചെറുക്കുകയും ഒപ്പം തന്നെ തകർത്തെറിയുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ നൂതന ദീർഘദൂര ഉപരിതല വിമാന മിസൈലാണ്. സംവിധാനത്തിലൂടെ അതിന്റെ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. അതിലൂടെയാണ് ഇത്തരത്തിൽ അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള മിസൈലുകൾ അത് നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ആകാശത്ത് വെച്ച് തന്നെ ഈ മിസൈലുകൾ തകർത്തെറിയുക എന്നുള്ളൊരു സംവിധാനമാണ്. അതാണ് ഈ S-400 വ്യോമ പ്രതിരോധ സംവിധാനം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അത് പൂർണ്ണമായും ലക്ഷ്യം കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ളൊരു മിസൈൽ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരത്തെ തന്നെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഉടനടി തന്നെ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തി മേഖലകളിലും ഒപ്പം തന്നെ സേന വിഭാഗങ്ങളെല്ലാം തന്നെ പൂർണ്ണ സജ്ജരായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തതാണ്. ആ രീതിയിലായി നിൽക്കുമ്പോഴായിരുന്നു ഇന്നലെ രാത്രിയിൽ 15 സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച പാകിസ്ഥാൻ മിസൈൽ തൊടുക്കുന്നത്, ഡ്രോണുകൾ തൊടുക്കുന്നത്, ഇവയെല്ലാം തന്നെ ഇന്ത്യൻ മണ്ണിൽ തൊടുന്നതിന് മുമ്പ് തന്നെ അവ തകർത്തെറിയാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ സവിശേഷതകളും കഴിവുകളും നോക്കുന്നത് എന്നുള്ളത് S-400 അതിന് സങ്കീർണമായ റഡാറുകൾ, ഒപ്പം തന്നെ ദീർഘദൂര മിസൈലുകൾ, ഉയർന്ന ചലനശേഷി, വഴക്കം, പൊരുത്തപ്പെടുത്തൽ, നെറ്റ്വർക്കിംഗ് കഴിവ് എന്നിവയാൽ വേറിട്ട് നിൽക്കുന്ന സംവിധാനമാണ്. അതിന്റെ ചില ശ്രദ്ധേയമായിട്ടുള്ള സവിശേഷതകളാണ് ഈ ഒരു S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിലുള്ളത്. അവ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പാക് നീക്കത്തെ നമുക്ക് ചെറുക്കാൻ സാധിക്കുകയും ചെയ്ത് ഒപ്പം തന്നെ MIM 104 പാട്രിയറ്റ് പോലുള്ള പാശ്ചാത്യ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പുരോഗതിയെ ചെറുക്കുന്നതിനായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ 1980 ഇത്തരത്തിൽ റഷ്യയുടെ അൽമാസ് സെൻട്രൽ ഡിസൈൻ ബ്യൂറോ ഈ ഒരു സംവിധാനം വികസിപ്പിച്ചെടുക്കുന്നത്. അത് നമ്മൾ 2018 ഇന്ത്യയുടെ ഭാഗമാകുന്നത്. SAM എന്ന രീതിയിൽ ഉപരിതല വിമാന മിസൈൽ എന്ന രീതിയിലാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ആകാശത്ത് വെച്ച് തന്നെ നമ്മുടെ അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ശത്രു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മിസൈലുകൾ തകർക്കാനാകുമെന്നുള്ളതാണ് ശ്രീജ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 15 കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള
ഒരു പ്രത്യാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് നമുക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യൻ മണ്ണിൽ ഈ മിസൈലുകൾ തൊടുന്നതിന് മുമ്പ് തന്നെ അത് നമുക്ക് തകർത്തെറിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീജ, ശരിയാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റേതായി വരുന്ന ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. എവറി സ്റ്റേറ്റ് ഹാസ് ദ ഡ്യൂട്ടി